ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ പിസ്സ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ചിലവൊന്നും ഇല്ലാതെ നല്ല സിമ്പിൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബ്രെഡൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയുടെ റെസിപ്പി നോക്കാം. നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പിസ്സയുടെ റെസിപ്പിയാണ്. തട്ടിക്കൂട്ട് റെസിപ്പി ആണെങ്കിലും സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരക്കപ്പോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമുക്ക് ഏത് ഫ്ലേവറിലാണോ ചിക്കൻ വേണ്ടത് ആ ഒരു ഫ്ലേവറിൽ നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ചിക്കൻ്റെ അളവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടാൻ കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ട് ഇതിൻ്റെ ബേസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഞാനിവിടെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യാതെ തന്നെ നമുക്കിതൊന്ന് കൈ വെച്ച് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 6 പീസ് ബ്രെഡ് കൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഒരു മീഡിയം തിക്നെസ്സിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വലിയ പാത്രത്തിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബ്രെഡിൻ്റെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മുഴുവൻ ബ്രെഡും ഇതുപോലെ കൈ വെച്ച് ചെറുതായിട്ട് പിച്ചിട്ട് ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 3 കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ബ്രെഡിൻ്റെ എല്ലാ വശത്തും ഈ മുട്ടയും പാലൊക്കെ ചേർന്നിട്ട് ബ്രെഡൊന്ന് സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുന്ന രീതിയിൽ ആക്കിയെടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലെങ്കിൽ 2-3 ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിസ്സ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്സയുടെ സോസ് ഉണ്ടെങ്കിൽ അതന്നെ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിലോ നമ്മൾ സാധാ കുക്ക് ചെയ്യുന്ന ഓയിലോ ചെയ്തെടുക്കാം. ബട്ടറൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കി മാറ്റിയെടുത്തതിന് ശേഷം വീണ്ടും ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഞാനിവിടെ ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് മെൽട്ടായി വന്നിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെയും മുട്ടയുടെയൊക്കെ മിക്സ് നമ്മുടെ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ വശവും ഒരേ തിക്നെസ്സിലാക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഒരു സ്പൂൺ വെച്ച് എല്ലാ വശവും ഒന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം ഒരു വശം നന്നായിട്ട് കുക്കായ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സോസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുതലുള്ള ചീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒരു മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ വശത്തായിട്ട്. ചെറിയ ചെറിയ പീസായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ഞാനിവിടെ സവാളയാണ് വെച്ച് കൊടുക്കുന്നത്. സവാള ഞാൻ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ക്യാപ്സിക്കവും. അപ്പോൾ ഇത് നൈസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടി മൊസറല്ല ചീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചീസും വെജിറ്റബിൾസൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടാൻ കുറക്കുകയൊക്കെ ചെയ്യാം. അതിന് കറക്റ്റായിട്ട് അളവില്ല. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ചീസൊക്കെ മെൽറ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്തെടുത്ത് നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് പിസ്സ റെഡിയാക്കിയെടുക്കാം. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടമാവുന്ന റെസിപ്പി കൂടെയാണിത്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.